ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല പരവ മീൻ കിട്ടി. മീനൊക്കെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പരവ മാങ്ങയിട്ട് തേങ്ങ പച്ച അരച്ച മീൻകറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇനി നമുക്ക് ഇതിന്റെ അരപ്പിന്റെ കൂട്ട് നോക്കാം. അരമുറി തേങ്ങ തിരുമിയത് അരയ്ക്കാനുള്ള ജാറിലേക്ക് ഇടുക. അതിലേക്ക് 6-7 കൊച്ചുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ലേശം ഉലുവ, കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക. അരപ്പൊക്കെ അരച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാങ്ങ വേണം. ഒരു ചെറിയ മാങ്ങ അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക് രണ്ടായിട്ട് കീറിയത്. ഇനി പാകം ചെയ്യാനുള്ള മൺചട്ടി എടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ അരപ്പ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളമൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മീൻ കഷ്ണങ്ങൾ വെന്തെടുക്കണ്ടേ, അപ്പൊ അതിനുള്ള വെള്ളമൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം. അടച്ചു വെച്ച് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പരവ മീൻ കഷ്ണങ്ങൾ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാകണം. ഡെയിലി ഞങ്ങൾ ഓരോ വീഡിയോകളും ഷോർട്ടുകളും ഇടുന്നതായിരിക്കും. എല്ലാവരും ഇത് മിസ് ചെയ്യാതെ കാണണേ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുണ്ടല്ലോ, ആ മാങ്ങ കഷ്ണങ്ങൾ ഈ അരപ്പിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അല്ലാതെ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് കൊച്ചുള്ളിയും കറിവേപ്പിലയും കടുകും ഇട്ട് പൊട്ടിച്ച് എടുക്കുക. അങ്ങനെ നമ്മുടെ മീൻകറി നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കടുകും കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ട് പൊട്ടിച്ചത് ആ വെളിച്ചെണ്ണയും കൂടി ഈ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവരും പരവ കിട്ടുമ്പോൾ പരവ മാങ്ങയിട്ട് തേങ്ങ പച്ചക്കരച്ച് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം പറയണം കേട്ടോ. ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യണേ. പരവ മാങ്ങയിട്ട മീൻകറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.